അടുത്തമൂലമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദേശവുമായി ഈ ദേശത്ത് വരുവാൻ കാരണമാക്കിയത്. ഒരു കാലഘട്ടത്തിൽ പരസ്യമായുള്ള ശുശ്രൂഷകളെ കളിയാക്കി നിന്ദിക്കുകയും ചെയ്തിരുന്ന ഞങ്ങളൊക്കെ ഇന്ന് വഴിയോരങ്ങൾ തിരുവോണങ്ങളിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവിനെ ഇങ്ങനെ ഘോഷിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നുള്ള തിരുവെഴുത്താണ്. ഒരു കാലഘട്ടത്തിൽ സത്യം എന്നറിയാതെ, ആരാണ് ദൈവമെന്നറിയാതെ ഈ ലോകത്തിന്റെ മുഖങ്ങളിൽ ഓടിക്കൊണ്ടിരുന്ന ഞങ്ങളൊക്കെ രൂപാന്തരപ്പെടുത്തുവാൻ കാരണമാക്കിയത് ഈ സന്ദേശമാണ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങളുടെ മധ്യയെ വിളിച്ചറിയിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന് 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നെന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആണ്. എന്റെ പേര് അജികുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികമായി സുവിശേഷത്തെ നിന്ദിച്ചിരുന്ന എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ ലോകത്തിൽ മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് നേർച്ചകളും വഴിപാടുകളൊക്കെ ചെയ്തതിനു ശേഷം ഒന്നിനെ വിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എതിർത്തിരുന്ന, കളിയാക്കിയിരുന്ന ഈ യേശുക്രിസ്തു ദൈവമാണ് എന്നുണ്ടെങ്കിൽ ഒരു സൗഖ്യം പ്രാപിച്ചുകൊണ്ട് വീണ്ടും മടങ്ങിപ്പോയി പഴയ പോലെ ജീവിക്കാം എന്ന് കണ്ടു വന്നൊരാളായിരുന്നു. എന്നാൽ 2015 18 വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാനപരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശത്തെയാണ് ഞാൻ ഇവിടെ വിളിച്ചറിയിക്കുന്നത്. അറപ്പാനും പിടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുമെന്ന് യേശു പറഞ്ഞു. സമൃദ്ധിയായ ജീവിതം ഈ ഭൂമിയിൽ നാം ജീവിച്ചു തീർക്കുന്നതല്ല. സമൃദ്ധിയായ ജീവിതം ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ്. അതിന് അധികമായ ഘട്ടമാണ്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകളൊക്കെ ഒരുപാട് മാതാപിതാക്കന്മാരെ അനാഥാലയങ്ങൾ ഉപേക്ഷിക്കുന്ന, വഴികളിൽ ഉപേക്ഷിക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഏറ്റവും അധികമായി നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ് അനാഥാലയങ്ങൾ. അപ്പോൾ മനുഷ്യൻ അനാഥാലയങ്ങൾ ഉപേക്ഷിക്കപ്പെടുവാൻ കാരണം സ്നേഹം മനുഷ്യന്റെ അകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടാണ് അനാഥാലയങ്ങൾ ഉണ്ടാകുവാൻ കാരണമാക്കിയിരിക്കുന്നത്. അപ്പൊ പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ പാപ സ്വഭാവത്തിൽ ജീവിക്കുമ്പോൾ, പാപത്തിൽ രസിക്കുമ്പോൾ നിത്യമായൊരു ജീവിതമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ജീവിതം പാപത്തിന്റെ പരിക്കുള്ള ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും കഞ്ചാവിനകത്താണ് സന്തോഷം എന്ന് കണ്ടുകൊണ്ട് ആരെയും വകവെക്കാതെ, ആരെയും അനുസരിക്കാതെ പോലീസുകാർക്ക് എസ്ഐസുകാർക്ക് തലവേനയുമായി ജീവിതമായിരുന്നു. ഞങ്ങളേക്ക് വിടിവിക്കുവാൻ അതിന് കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടി വന്ന സുവിശേഷമാണ്, ഞങ്ങൾ രൂപാന്തരപ്പെടുന്ന സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മടിയില്ലാതെ മറയില്ലാതെ വന്ന് വിളിച്ചു പറയുന്നത്, രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗമുള്ളൂ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ്, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും അടങ്ങും, എല്ലാ നാമം പാടും, യേശു മാത്രം കർത്താവ് എന്ന്. ഇപ്പൊ നിത്യമായ ഒരു ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യനും അറിയാം. അതുകൊണ്ടാണ് പാപത്തിന്റെ പരിഹാരം കാണുവാൻ അന്നദാനം കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കുകയും പാപപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് ഐക്യം ചെയ്ത് കഴിഞ്ഞാൽ താൻ അതുവരെ ചെയ്തിരുന്ന സകല പാപവും മാറി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നത്തെ പാപത്തെ മാറ്റുവാൻ ഈ ഭൂമിയിൽ നാം എന്തെല്ലാം ചെയ്താലും മനുഷ്യന്റെ പാപ സ്വഭാവത്തെയോ പാപത്തെയോ മാറ്റുവാൻ കഴിയുന്നതല്ല. പാപത്തിലായിരിക്കുന്ന മനുഷ്യന്റെ രക്തത്തിൽ കലർന്നിരിക്കുന്ന ഈ പാപം അത് മാറ്റണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം ആവശ്യമാണ്. എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ടുപോയി രക്തത്തെ മാറ്റിക്കഴിഞ്ഞ് പുതിയ രക്തം കയറ്റിയാൽ ശുദ്ധീകരിക്കപ്പെടുമോ? അങ്ങനെയൊന്നും രക്തശുദ്ധീകരണം നടത്തുവാൻ കഴിയുന്നില്ല. കാരണം പിന്നെയും നമ്മുടെ ശരീരത്തിൽ കയറുന്ന രക്തം പാപത്തിന്റെ രക്തമാണ്. എന്നാൽ പാപമില്ലാത്തവന്റെ രക്തം അത് യേശുവിന്റെ രക്തമാണ്. അവന്റെ രക്തം സകല പാപവും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ കഴുകപ്പെടാതെ
ഒരു മനുഷ്യന്റെ പാപത്തെ മാറ്റുവാൻ കഴിയില്ല എന്നുള്ള സത്യസുവിശേഷമാണ് നിങ്ങളുടെ കാതുകളിൽ ഈ സമയവും മുഴുകിക്കേൽക്കുന്നത്. അപ്പൊ പാപത്തിൽ പോകുവാൻ കാരണം, നാം പോലും അറിയാതെ പാപത്തിലേക്ക് പോകുവാൻ കാരണം ആദ്യ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ്. ആദാം എന്ന മനുഷ്യനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തെക്കാൾ അല്പം താഴ്ത്തിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ ആദാം എന്ന മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച നിമിത്തം ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വന്നപ്പോൾ പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായി. മരണത്തിലേക്ക് പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം പിന്നെയും ദൈവത്തിന്റെ സ്നേഹമായി കൽപ്പനകളും പ്രമാണങ്ങളും യാഗങ്ങളും നൽകിയെങ്കിലും മനുഷ്യൻ പിന്നെയും ദൈവത്തിന് അകന്നു പോകുവാനിടവന്ന് ആദ്യം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്നുണ്ടെങ്കിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുവാനിടവന്ന് പല കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ കോപമുണ്ടാകുകയും അതുമൂലം മനുഷ്യൻ ഇല്ലായ്മ ചെയ്യുകയും, എന്നാൽ തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഒറ്റയാകത്താൽ മനുഷ്യനെ വീണ്ടെടുക്കുന്ന സ്വർഗം കാണിച്ച സ്നേഹമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പേ എന്റെയും നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമാകുകയും കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3 നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശുക്രിസ്തുവിന് പ്രവർത്തിക്കുന്ന ഈ ആസന്ന വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് അതിലെത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ മതം മാറ്റുന്ന പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി നിന്ദിക്കുകയും ചെയ്യുമ്പോൾ, സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ധന്യനായ പൗലോസ് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്ന സുവിശേഷമെന്ന്. ഈ സുവിശേഷം എവിടെയെല്ലാം വെച്ചിട്ടുണ്ടോ, ആരെല്ലാം സുവിശേഷം എഴുതിയിട്ടുണ്ടോ അവിടെയെല്ലാം വെളിച്ചം ഉണ്ടാൻ ഇടവന്നിട്ടുണ്ട്. ഇരുട്ടിലായിരിക്കുന്ന മനുഷ്യന്റെ ഇടയിലേക്ക് വെളിച്ചമായ സന്ദേശമാണ് രൂപാന്തരപ്പെടുവാൻ കാരണമാക്കുകയുള്ളൂ. അല്ലാതെ ഈ ഭൂമിയിൽ നാം എന്തെല്ലാം ചെയ്താലും പാപത്തിന് പരിഹാരം കാണാൻ കഴിയുകയോ അല്ലെങ്കിൽ നിത്യ വെളിച്ചത്തിലേക്ക് പോകുവാനോ നമുക്ക് കഴിയുന്നത്. എന്നാൽ യേശുക്രിസ്തു എന്ന വെളിച്ചത്തിൽ മാത്രമേ നിത്യമായ ഒരു ജീവനിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയത്തുള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ ചോദ്യമുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. പണമുണ്ടായിരിക്കും, പ്രശസ്തി ഉണ്ടായിരിക്കാം, നല്ല കുടുംബത്തിൽ ജനിച്ചവരായിരിക്കാം, അതുകൊണ്ടൊന്നിനും കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പോഴും വചനം പറയാണ്, നിങ്ങളുടെ ആത്മാവ് നിത്യമായ നരകത്തിലാക്കി എത്തുക എന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനമെന്ന്. ആത്മാവിന് മരണമില്ല എന്നുള്ളത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനകളും കർമ്മങ്ങളൊക്കെ നമ്മൾ ഈ ഭൂമി ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ ഈ പ്രാർത്ഥനകളും കർമ്മങ്ങളൊന്നും ഒരു മനുഷ്യന്റെ ജീവനെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും തക്കതായ പ്രതിഫലം വാങ്ങുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ വെളിപ്പെടണം. അന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരിൽ കാണുന്ന ഏവനെയും തീ പൊയ്കി തള്ളിയിടപ്പെടും. ജീവന്റെ പുസ്തകത്തിൽ പേരിൽ കാണുന്ന ഏവനെയും തീ പൊയ്കി തള്ളിയിടപ്പെടും എന്ന് വചനം പറയുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരിൽ കാണണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച് അവന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും നിത്യമായ ഒരു ജീവിതമുള്ളൂ. നമുക്കായി സൗജന്യമായ ഒരു രക്ഷയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവ ലോകത്തെ സ്നേഹിച്ച്, ആ സ്നേഹമാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ ചൊരിഞ്ഞ യേശുക്രിസ്തുവിന്റെ രക്തം. ആ രക്തത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ആത്മാരക്ഷ പ്രാപിക്കുവാൻ ഈ നിമിഷം നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എവിടെയാണ് ഇനി വസിക്കുക എന്നത് നാം അറിഞ്ഞിരിക്കേണ്ട സമയം ജീവിച്ചിരിക്കുമ്പോഴാണ്. മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി തീരുമാനിക്കുവാനോ ചിന്തിക്കുവാനോ സമയമില്ല. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. മരണം നിശ്ചയമാണ്, ഉറപ്പാണ്. ഇപ്പോഴാണ് എങ്ങനെയാണ് മരണം കടന്നു വരിക എന്ന് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മരണത്തിന് മുന്നേ ഉറപ്പാക്കണം മരിച്ചു കഴിഞ്ഞുള്ള വാസം എവിടെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ നിത്യരക്ഷകനായ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഈ സുവിശേഷ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിത്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച എല്ലാവരും നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.